സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കാരന്തൂർ മർക്കസിൽ വെച്ചാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ? AP മുസ്ലിയാരെ കാണാൻ വേണ്ടി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തുള്ളിൽ തന്നെ കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിനു ശേഷം എന്താണ് ചർച്ചയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചർച്ചയായിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും യമനിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മരിച്ച യുവാവിൻ്റെ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദിയാദനം സ്വീകരിച്ച് ഈ ഒരു നിമിഷപ്രിയയ്ക്ക് മോചനം നൽകുമോ എന്ന കാര്യത്തിലും, അത്തരത്തിൽ ദിയാദനം സ്വീകരിച്ചാൽ അത് എത്ര രൂപയായിരിക്കും ദിയാദനം എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ്. അക്കാര്യങ്ങളിലെല്ലാം തന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട അംഗങ്ങളും ഈ ചർച്ചയിൽ പങ്കാളികളാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യമനിലുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള സൂഫി നേതാവിൻ്റെ അല്ലെങ്കിൽ സൂഫി വര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. നിലവിൽ നമുക്കറിയാം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല, അത് മരവിപ്പിക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു തീരുമാനം, ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ചർച്ച പുരോഗമിക്കുന്നു. അടുത്ത കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്. ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്ന തീരുമാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഒരു നയതന്ത്ര ബന്ധം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ആദ്യഘട്ടത്തിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ആ നിലയിലായിരുന്നു, അവിടുത്തെ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആ നിലയിലായിരുന്നു. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ പിന്നീട് ഈ കുടുംബവുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത് ഇത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ നടത്തിയതിനെ കൊണ്ടാണ്. അങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇനി അത് മോചനത്തിലേക്കാണ് എത്തേണ്ടത്. അതിന് ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ്. ദിയാദനം സ്വീകരിക്കുമോ, ദിയാദനം സ്വീകരിച്ച് നിമിഷപ്രിയയ്ക്ക് മോചനം ലഭിക്കുമോ എന്ന കാര്യങ്ങളിൽ ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ നിർണായകമാണ്. ഇപ്പോഴും അവിടെ ചർച്ച പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മർക്കസിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കും അല്ലെങ്കിൽ ഇടപെടലുകൾക്കും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും ചർച്ച നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും രാവിലെ ഇത്തരത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കാര്യങ്ങളിൽ ഏത് നിലയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക എന്നതിൽ ഇന്ന് നടക്കുന്ന ചർച്ചകളാകും ഏറ്റവും നിർണായകമാവുക. ലക്ഷ്മി പത്മ. ബെൻസൺ ബാബു കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.